സംസ്ഥാനത്തിന് അഭിമാനമായ സീപ്ലെയിൻ പദ്ധതി 10 കൊല്ലം മുമ്പേ നടപ്പാക്കാൻ സാധിക്കുമായിരുന്നുവെന്ന് സീബേർഡ് സീപ്ലെയിൻ CEO സൂരജ് ജോസ്. ചില സർക്കാർ ഉദ്യോഗസ്ഥർ ചേർന്ന് അട്ടിമറിച്ചതാണ് പദ്ധതി വൈകാൻ കാരണം. ഇപ്പോൾ നടന്ന ഉദ്ഘാടനം ഒരു ഡെമോ മാത്രമാണ്. ഇടപെടൽ കൃത്യമായില്ലെങ്കിൽ പദ്ധതി അവതാളത്തിലാക്കാൻ സാധ്യതയുണ്ടെന്നും സൂരജ് ജോസ് 24-നോട്. പത്ത് വർഷം മുൻപേ നടപ്പിലാക്കേണ്ട പദ്ധതിയായിരുന്നു സീപ്ലെയിൻ. ഇത് ആദ്യമായി ആവിഷ്കരിച്ചത് എറണാകുളം സ്വദേശി സൂരജ് ജോസ്. UDF സർക്കാരിന്റെയും LDF സർക്കാരിന്റെയും കാലത്ത് കൃത്യമായ പദ്ധതി രേഖ തയ്യാറാക്കി നൽകി. ഉദ്യോഗസ്ഥരിലെ ചില ആളുകളുടെ അലംഭാവമാണ് പദ്ധതി അട്ടിമറിക്കാൻ കാരണം. ഇടപെടലും പിന്നെ ബേസിക്കലി ഒരു ഇതിനെപ്പറ്റി ഇൻട്രസ്റ്റ് ഇല്ല. ഇപ്പോൾ ഒരു പ്രോജക്റ്റ് ഇപ്പോൾ സീപ്ലെയിൻ്റെ ഇപ്പോൾ ഇന്നലെ ഇനോഗ്രേറ്റ് ചെയ്തു. ഇപ്പോൾ അടുത്ത 2 ആഴ്ച കഴിയുമ്പോൾ വേറൊരു പ്രോജക്റ്റ് വരും. ഇതിൻ്റെ ന്യൂസ് ഇപ്പോൾ പ്രസ് തന്നെ മറന്നു പോകും. അപ്പോൾ അതിൻ്റെ ഫോളോ അപ്പ് ഉണ്ടാവില്ല. അപ്പോൾ അതാണ് ഏറ്റവും വലിയ പ്രോബ്ലം. വർഷങ്ങൾക്ക് ശേഷം ബോൾഗാട്ടിയിൽ നിന്നും മാട്ടുപ്പെട്ടിയിലേക്ക് ജലവിമാനം പുറപ്പെട്ടപ്പോൾ മുടങ്ങിപ്പോയ തന്റെ സ്വപ്നം ഓർത്തെടുക്കുകയാണ് സൂരജ്. ഒരു പ്രൂവിംഗ് ഫ്ലൈറ്റ് എന്ന് പറയാം. പറഞ്ഞാൽ ഇത് പ്രൂഫ് ആണ്. ലൈക്ക് ബോൾഗാട്ടിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യാം, നിങ്ങൾക്ക് മറ്റേ മാട്ടുപ്പെട്ടിയിൽ ലാൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങളൊരു ഓപ്പറേറ്ററിനെ കണ്ടുപിടിക്കണം. ഓപ്പറേറ്റർ എയർക്രാഫ്റ്റ് മേടിച്ച് ക്ലിയറൻസ് കിട്ടി പൈലറ്റ്സിനെ ട്രെയിൻ ചെയ്ത് എഞ്ചിനീയേഴ്സിനെ ട്രെയിൻ ചെയ്ത് DGC ഓഫീഷ്യൽസിനെ അങ്ങനെ ട്രെയിൻ ചെയ്യണം. റൂട്ടീൻമാരെ ഇതിന് എന്നിട്ടേ ഡേ ടു ഡേ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ദാറ്റ്സ് എനിവേ 1 ഇയർ അവേ. ലളിതമായി മുന്നോട്ടു പോകേണ്ട പദ്ധതി വൻ സാമ്പത്തിക ചെലവുകൾ ഉൾപ്പെടുത്തി പദ്ധതി രേഖ തയ്യാറാക്കി അട്ടിമറിക്കാൻ ശ്രമിച്ചു. ഒടുവിൽ സാമ്പത്തിക ബാധ്യത രൂക്ഷമായതോടെ എയർക്രാഫ്റ്റ് കമ്പനിക്ക് വിമാനം വിൽക്കേണ്ടി വന്നു. കമ്പനി ഇത് റിവൈവ് ചെയ്യാൻ നോക്കും അവർ ഓപ്പറേറ്റ് ചെയ്യാൻ. പക്ഷേ ഇത് ഓപ്പറേറ്റ് ചെയ്യാനുള്ള എക്സ്പെർട്ടീസ് ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. പുതിയ ആൾക്കാർ അവർ നോക്കിയാലും കിട്ടില്ല. അപ്പോൾ ഫൈനലി പിന്നെ അസറ്റ് വിൽക്കണം എന്നുള്ള ഇതിൽ എയർക്രാഫ്റ്റ് അവർ വിൽക്കാൻ നോക്കി. അപ്പോൾ എയർക്രാഫ്റ്റ് വിൽക്കണം എന്ന് പറഞ്ഞാൽ അതും ഈസിയല്ല. ഇതൊരു സ്പെഷ്യലൈസ്ഡ് എയർക്രാഫ്റ്റിന് സീപ്ലെയിൻ മാർക്കറ്റ് ചെറുതാണ്. കഴിഞ്ഞ ദിവസം പദ്ധതിയുടെ ഉദ്ഘാടനം അഭിമാനവും സന്തോഷവും നൽകിയെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയോജിച്ച് കൃത്യമായ അവലോകനം നടത്തി പദ്ധതി വേഗത്തിലാക്കണമെന്നും സൂരജ് പറഞ്ഞു. 24 കൊച്ചി.